സുഹൃത്തുക്കളെ, SIR ഫോം ഒരുപാട് ആൾക്കാർ പൂരിപ്പിച്ച് കൊടുത്തു. അതിൽ 28 ലക്ഷം ആളുകൾ, അതായത് കോടിക്കണക്കിന് ആൾക്കാർ പൂരിപ്പിച്ചു കൊടുത്തത് 28 ലക്ഷം ആൾക്കാരുടെ പേര് മിസ്സായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങളുടെ പേരുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഒരു കൺഫ്യൂഷനും വേണ്ട. എൻ്റെ ഈ വീഡിയോയുടെ താഴത്ത് ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് കയറി കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷനാണ് കാണിക്കുക. മൊബൈൽ നമ്പറോ, അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സോ, അതല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ID നമ്പർ. ഇത് 3 ഏതെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി എന്ന് പറയും. അതിൽ നിങ്ങൾ വോട്ടർ ID നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരും. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ളതിൽ അഭിമാനത്തോടു കൂടി ഇപ്പം തന്നെ പറയാം, എൻ്റെ പേര് അവിടെ വന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാരുടെ പേര് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു വോട്ടും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ്റായിട്ട് ഒരു രീതിയിലുള്ള ഒരു ലിങ്കും ഇവർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ പേര് തള്ളിപ്പോടുന്നത്. അതിന് പല കാരണമുണ്ട്. രോഗം വന്ന ആൾക്കാർ, മാനസിക രോഗം വന്ന ആൾക്കാർ, അതുപോലെ തന്നെ വേറെ കഞ്ചാവ് അടിച്ച് കള്ളു കുടിച്ച് പല രീതിയിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന ആൾക്കാർ, വോട്ടൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത ആൾക്കാരുടെ പേരൊക്കെ നിന്ന് തള്ളിപ്പോവും. അതിന് വീണ്ടും നിങ്ങൾക്ക് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും പേപ്പറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും ഈ പേരിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്നൊക്കെ. അപ്പോൾ അവർക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളുടെ പേരുണ്ടോ ഇല്ല എന്നതൊക്കെ തീർച്ചയായിട്ടും ഈ ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങളും ഒരു ഇന്ത്യൻ പൗരനാണെന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു രേഖ വാങ്ങാം. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.